Good afternoon. Good afternoon. കേൾക്കുന്നില്ലേ? ഓക്കെ. എന്തൊക്കെയുണ്ടോ വിശേഷം? ഫൈൻ. സുഖമാണല്ലേ? നമുക്കിനി കുറച്ച് ദിവസം കൂടെ ഉള്ളല്ലേ ക്ലാസ്? ഗുഡ് ആഫ്റ്റർനൂൺ അവര്. ഗുഡ് ആഫ്റ്റർനൂൺ. സുഖമാണ് അവരോ? ഓക്കെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ശബ്ദം ക്ലിയർ ആണോ? ശബ്ദം ക്ലിയർ ആണോ? കേൾക്കാമോ? ഓക്കെ. യെസ്, നമ്മള് ബെനിഫിറ്റ്സിൽ പേഷ്യന്റ് ലോയലിറ്റി റെന്റേഷൻ പറഞ്ഞു, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ, ദെൻ ലാസ്റ്റ് അടുത്തത് ഹയർ പ്രൊഡക്ടിവിറ്റി. ഹയർ പ്രൊഡക്ടിവിറ്റി നെക്സ്റ്റ് ബെനിഫിറ്റ് ആണ് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നതുകൊണ്ടുള്ള നെക്സ്റ്റ് ബെനിഫിറ്റ് ആണ് ഹയർ പ്രൊഡക്ടിവിറ്റി. Investing in training and software to make better the patient's experience can also increase staff and provider productivity in the organization. For example, if hospital execute secure online appointment scheduling and patient messaging, staff may spend as much as 50% less time on the phone with patients. Consequently, staff can perform extra tasks which allows us to run a leaner office. High productivity ഉണ്ടാവും. ഈ സർവേ നടത്തുന്നത് പോലെ എന്ത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നു നമുക്ക്? എന്താവുന്നു? Investing in training and software to make better the patient experience can also increase staff and provider productivity. പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ എന്ത് സംഭവിക്കുന്നു? ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നു അല്ലെ? യെസ്, അതായത് സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള എന്താണ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങൾ കിട്ടാണ് അല്ലെ? അതായത് യെസ്, ഫോർ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഈ ഹോസ്പിറ്റൽ എക്സിക്യൂട്ട് സെക്യൂർ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് പേഷ്യന്റ് മെസ്സേജ്. അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പ്രവർത്തനം നമ്മൾ കൂടുതൽ സുഗമമാക്കി കൊടുക്കുകയാണെങ്കിൽ, അതായത് എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ കൂടെ ആകുമ്പോ പറഞ്ഞ എന്താണ്, കുറെ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണ് അല്ലെ ചെയ്യാനായിട്ട്. അതായത് അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റേ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മറ്റു മെസ്സേജ്, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിനെ കൂടുതൽ ഫോണിൽ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താണ് 50% ലെസ് ടൈം മതി നമുക്ക് ഈ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതായത് സ്റ്റാഫുകൾക്ക് കൂടുതൽ നമ്മൾ എന്താണ് എല്ലാ സിസ്റ്റംസും ഓൺലൈനിൽ കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് പേഷ്യൻസിനും കിട്ടും. അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റാഫുകൾക്ക് അത് അതേപോലെ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് പഴയ രീതിയിലുള്ള എഴുത്തുകുത്തുകളും റിട്ടേൺ ഫോംസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഇതിലെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ രണ്ടു കൂട്ടർക്കും അത് ബുദ്ധിമുട്ടാണ്. അതേസമയം ഇതെല്ലാം ഓൺലൈൻ രീതിയിലാക്കുകയാണെങ്കിൽ വളരെ സ്റ്റാഫുകൾക്ക് എന്താണ് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ടാസ്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു. സ്റ്റാഫ് ക്യാൻ പെർഫോം എക്സ്ട്രാ ടാസ്ക്. അപ്പോൾ സമയം ഉണ്ടാവും അവർക്ക് അല്ലെ? അതായത് പേയ്മെന്റ് ഇപ്പൊ ഓൺലൈനിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കുറെ സമയങ്ങൾ കിട്ടാൻ, ആ സമയം എന്താണ് പേഷ്യൻസിന് കൂടുതൽ കെയർ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അവർക്ക് സ്റ്റാഫുകൾക്ക് ലെസ് ടാസ്ക് മാത്രം ചെയ്യണം, ടാസ്കുകൾ അവർക്ക് കുറവായിരിക്കുള്ളൂ. which allows us to run learner office. അപ്പൊ അതോടൊപ്പം തന്നെ എന്താണ് ബാക്കിയുള്ള ടൈം അവർക്ക്
അവരുടെ ടാസ്കുകൾക്ക് ശേഷം അവർക്ക് ബാക്കി പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ ഹൈ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നല്ല രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ കൊണ്ടുവരികയാണെങ്കിൽ, ടെക്നിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് സോഫ്റ്റ്വെയറുകൾ കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് പേഷ്യൻസ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. സ്റ്റാഫുകൾക്ക് അത് എന്താണ് കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും. അവിടെ ഹൈ പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും. ഓക്കെ, പേജ് നമ്പർ 111. ഇത്രേ ഉള്ളൂ. നല്ല രീതിയിൽ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറും കൊണ്ടുവരിക. അതായത് ബെറ്റർ പേഷ്യൻസ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നത് വഴി എന്താണ് സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. പിന്നെന്താണ് ഈ സോഫ്റ്റ്വെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ വർക്ക് കുറച്ചുകൂടി ടൈം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം അവർക്ക് ബാക്കിയായിട്ടുണ്ടാവും. ആ ബാക്കിയുള്ള സമയത്ത് പേഷ്യൻസിന് കൂടുതൽ കെയർ കൊടുക്കാനായിട്ടും ബാക്കി സ്റ്റാഫുകൾക്ക് സാധിക്കും എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, then besides when a hospital lessens the patient no show and late cancellations, hospitals have less dead time in scheduling and can maximize the patient time and related billing. ഇനി പിന്നെന്താണ് besides when a hospital lessens the patient no show and late cancellations. എന്താണ് cancellations എന്ന് പറയുന്നത്? cancellations ബില്ലിങ് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എത്രയും പെട്ടെന്ന് ആ ബില്ല് ക്യാൻസൽ ചെയ്യുന്നതിനും പിന്നെന്താണ് എത്രയും പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങൾ ബില്ലിംഗ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേറെ ഒന്നും നോക്കണ്ട. ഓൺലൈൻ ചെയ്യുന്നതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അത്രയും പറഞ്ഞിരുന്നു. ഓൺലൈൻ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഇറർ കുറയ്ക്കാൻ സാധിക്കും, റെഡ്യൂസ് ഇറർ കുറയ്ക്കാൻ സാധിക്കും. ബില്ലിംഗ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ? ഹോസ്പിറ്റൽ ബില്ലിംഗ് ആണെങ്കിൽ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ടൈം കുറച്ചുകൊണ്ട് അല്ലെ സമയം കുറച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇറേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാം മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ക്യാൻസലേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഷെഡ്യൂളിന് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും ഒരേപോലെ ഒരുപാട് സമയം അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല അല്ലെ? നിസ്സാര സമയം കൊണ്ട് തന്നെ എന്താണ് ഈ ഓൺലൈനിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെ എന്താണ് നമുക്ക് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. എന്താ പറയുന്നത്? ഹൈ പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് വളരെ ഈസി ആയിട്ടുള്ള വർക്കുകൾ ആവുമ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റി അവിടെ ഉൽപാദനക്ഷമത അവിടെ കൂടാണ് അല്ലെ? അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ പ്രൊഡക്ടിവിറ്റി ആണ്. അതായത് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഉപയോഗിക്കുന്നത് പോലെ പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസും കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഇത്ര അവിടെ പറയുന്നത് കേട്ടോ. നിങ്ങള് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിലെ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. ഹെഡ് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. എന്താണെന്നൊന്നും പഠിച്ചു വെക്കണ്ട കേട്ടോ. അത് ഓർത്ത് ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഓക്കെ, യെസ്, മനസ്സിലായോ? അത് ഹയർ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന്. ഇനി അടുത്തത് റെപ്യൂട്ടേഷൻ ആണ്. റെപ്യൂട്ടേഷൻ എന്താണ്? റെപ്യൂട്ടേഷൻ എന്താണ് പിള്ളേരെ? ഹോസ്പിറ്റലിൽ റെപ്യൂട്ടേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് അങ്ങനെ പറയുന്നത്? അപ്പൊ എന്താണ് റെപ്യൂട്ടേഷൻ? ഗുഡ് ഇമേജ്, പ്രശസ്തി എന്നൊക്കെ പറയുക നമ്മൾ അല്ലെ? സ്റ്റാറ്റസ്, മെയിനായിട്ട് സ്റ്റാറ്റസ് എന്ന് പറയും. ഓക്കെ, നോക്കാം. കീർത്തി എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ് റെപ്യൂട്ടേഷൻ ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്ന? എങ്ങനെയാണ്? അവിടെ നല്ല പെർഫോമൻസ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് അല്ലെ? നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ മാത്രമേ ആ ഹോസ്പിറ്റലിൽ എന്തുണ്ടാവുള്ളൂ? റെപ്യൂട്ടേഷൻ ഉണ്ടാവുള്ളൂ അല്ലെ? നല്ല രീതിയിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ അല്ലെ? ഗുഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ റെപ്യൂട്ടേഷൻ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, satisfied patients can improve your reputation in many ways.
ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ ഓക്കെ ആവുമ്പോൾ പേഷ്യൻസ് എന്താവും സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. നമ്മൾ ആ സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് അവർ എന്ത് പറയും? സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഇംപ്രൂവ് ആവുകയാണ് അല്ലെ. നല്ല സർവീസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് പേഷ്യൻസ് ഹാപ്പി ആവുന്നത്. ഓക്കെ, അപ്പോൾ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് can improve reputation in many ways. First, HCA-PHPS or are public specifically, so people can learn about the physician. They can consult and make an informed choice about their health care. ഇനി നമുക്ക് ഇവിടെ HCA-PHS നമ്മൾ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ HCA-PHS എന്ന് പറഞ്ഞ എന്താണ്? നോട്ട് ചെയ്തോളൂ. ഹോസ്പിറ്റൽ consumer assessment of healthcare providers and system. Hospital consumer assessment of healthcare providers and system. Hospital consumer assessment of healthcare provider and system. HCA-HPS. എഴുതിയോ എല്ലാവരും? ഒന്നുകൂടി പറയാം. ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റം. എന്താണത്? ഇതിന് വേണ്ടിയിട്ടാണത്. സ്റ്റാൻഡേർഡൈസ്ഡ് സർവേ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. ഒരു ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മറ്റൊരു ടൂളും കൂടിയാണ് എന്താ, അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ആണ് HCPHS എന്ന് പറയുന്നത്, HCA-HPS എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് അല്ലെ, ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റം. ഹോസ്പിറ്റലിന്റെ നിലവാരം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ മെട്രിക്സ് അളവുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇതിന്റെ സ്കോർ നോക്കിയിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിന് നല്ല രീതിയിലുള്ള സ്റ്റാറ്റസ് ആണോ റെപ്യൂട്ടേഷൻ ആണോ എന്ന് നിർണ്ണയിക്കുന്നത്. ഓക്കെ, we can consult and make an informed choice about their health care. Then second, positive score make the organization much more attractive options. അപ്പോൾ ഈ സ്കോർ നോക്കിയിട്ട്, അതായത് HCA-PHSന്റെ സ്കോർ ഉണ്ട് അല്ലെ, ഏറ്റവും ബെസ്റ്റ് സ്കോർ ഉണ്ടാവും, ഏറ്റവും താഴ്ന്ന ലെവലിലെ സ്കോർ ഉണ്ടാവും. അപ്പൊ എന്താണ്, ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഏറ്റവും നല്ല രീതിയിലാണോ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നെങ്കിൽ അത് ഏത് സ്കോർ ആയിരിക്കും ഇതിന് ഉണ്ടാവുന്നത്? ഏറ്റവും ഹൈ സ്കോർ ആയിരിക്കും ഇത് നോക്കുമ്പോൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ മോശമായിട്ടുള്ള സർവീസസ് ആണോ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലോ എങ്ങനെയുള്ള ഒരു സ്കോർ ആയിരിക്കും ഉണ്ടാവുന്നത്? എങ്ങനെ ഒരു സ്കോർ ആയിരിക്കും? അതായത് ഈ HCA-PHS എന്ന് പറഞ്ഞാൽ ഇതിൽ കയറി നോക്കിയാൽ, അതിന്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഡോക്ടേഴ്സിന്റെ വിവരങ്ങൾ ഉണ്ടാവും, ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും, പിന്നെ ഓരോരുത്തരുടെയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ഡീറ്റെയിൽസും എന്തിലുണ്ടായിരിക്കും? HCA-PHSന്റെ സ്കോറിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആ ഹോസ്പിറ്റൽ ഏത് രീതിയിലുള്ള സർവീസസ് ആണ്, ഏത് ഹൈ സ്കോർ ആണോ ലോ സ്കോർ ആണോ എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതുവഴി എന്താണ്, നമുക്ക് ഹോസ്പിറ്റലിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോർ നോക്കിയിട്ട് നമ്മൾ അതിന്റെ റെപ്യൂട്ടേഷൻ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? എന്തിനാണ് HCA-PHS നോക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സ്കോർ നോക്കുന്നത്? എന്തിനാണ്? ഹോസ്പിറ്റലിൽ നല്ല സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, മാത്രമല്ല അവരുടെ ഡോക്ടേഴ്സിന്റെ ബാക്കിയുള്ള സർവീസസ്, അവരുടെ ഡീറ്റെയിൽസ്, അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അതിൽ വരുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉൾപ്പെടെ അതിലെല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഈ വെബ്സൈറ്റിലൂടെ ഇത് ചെക്ക് ചെയ്തതിനു ശേഷം, വെബ്സൈറ്റിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. വെബ്സൈറ്റിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ ഹോസ്പിറ്റൽ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അത് നോക്കി കഴിഞ്ഞാലായിട്ട്
അറിയാൻ സാധിക്കും. അതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. മനസ്സിലായോ അത്? പിള്ളേരെ മനസ്സിലായോ? ആ, യെസ്. ഇനി additionally, hospitals utilize automated messages to ask patients for feedback after their appointments. Some programs involve follow-up questions with easy-to-follow-up links to ask contented patients to leave reviews on hospital, Google Business Profile, or other platforms. And finally, happy patients will suggest the hospital to friends and family. When it comes to referrals, word of mouth is the gold standard. ഇനി സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്? നമുക്ക് ഓട്ടോമേറ്റഡ് മെസ്സേജസ് മുതൽ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് തുടങ്ങി നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഈ റെപ്യൂട്ടേഷൻ, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിന്റെ ശരിക്കും പറഞ്ഞ നിലവാരം നമ്മൾ നിശ്ചയിക്കുന്നത് അല്ലെ. പേഷ്യൻസ് ഒരു മോശം ഫീഡ്ബാക്ക് ആണ് കമന്റ് ചെയ്യുന്നെങ്കിലോ ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ കംപ്ലീറ്റ്ലി തകരും അല്ലെ. സർവീസ് മോശമായ സർവീസസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഒരാൾ കമന്റ് ചെയ്താല് എന്താണ് ഹോസ്പിറ്റലിന്റെ ആ സ്റ്റാറ്റസ് തന്നെ, ആ സ്റ്റാൻഡേർഡ് തന്നെ ഇല്ലാണ്ടായി പോകും. ഓക്കെ, അപ്പൊ പേഷ്യൻസിന് ഇതേപോലെ അവർക്ക് എന്താണ് അവരുടെ മെസ്സേജസ് ഫോർവേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളും ഇവിടെ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിർണ്ണയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്താണ് പേഷ്യൻസിന് അവരുടെ മെസ്സേജസ് ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും എന്താണ് അവരുടെ ഫീഡ്ബാക്സ് അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി some programs involve follow-up questions with easy-to-follow links to ask contented patients to leave a review on hospital, Google Business Profile, or other platforms. ഇനി നമ്മൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽസ് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എവിടെ നോക്കിയാലാണ് കാണാൻ സാധിക്കുന്നത്? വെബ്സൈറ്റിലൂടെ നോക്കിയാൽ മാത്രമേ റിവ്യൂസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നമ്മൾ പ്ലാറ്റ്ഫോം ഉണ്ട് ഹോസ്പിറ്റലിന്. അപ്പൊ നമ്മൾ അത് വിസിറ്റ് ചെയ്യുന്ന വഴി എന്താണ്, അത് വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റിന്റെ ഫീഡ്ബാക്സ് എത്രത്തോളമാണ് അവർ അയച്ചിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനെയറും കാര്യങ്ങളും ആയിരിക്കും അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പേഷ്യൻസിന്റെ ഫീഡ്ബാക്സ് നമുക്ക് അതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ആൻഡ് ഫൈനലി ഹാപ്പി പേഷ്യൻസ് വിൽ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പൊ ആ അതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഹാപ്പി പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവര് ആ കമന്റിൽ എഴുതിയിട്ടുണ്ടാവും ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യും, നല്ലൊരു ട്രീറ്റ്മെന്റ് നല്ല സർവീസസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾ അത് ഞങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുമെന്ന് അവർ ആ കമന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. Then when it comes to referrals, word of mouth is the gold standard. എന്താണ് word of mouth എന്ന് പറയുന്നത്? word of mouth ഈ സോഫ്റ്റ്വെയറോ മറ്റ് ഗൂഗിളോ വെബ്സൈറ്റ് കൂടെ അല്ലാതെ തന്നെ പേഷ്യൻസിന് ഇത് എങ്ങനെ പറയാൻ സാധിക്കും? നല്ല റെപ്യൂട്ടേഷൻ, നല്ല ഹോസ്പിറ്റൽ ആണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? മൗത്ത് പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റും അല്ലെ. അതായത് വാമൊഴിയിലൂടെ ഹോസ്പിറ്റലിന്റെ നിലവാരം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. വെബ്സൈറ്റ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് എന്താണ് കമന്റ്സും ഫീഡ്ബാക്സും ഒക്കെ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ മറ്റെല്ലാവരും അറിയും, ഹോസ്പിറ്റലിനെ കുറിച്ച് എല്ലാവരും അറിയുകയും ഹോസ്പിറ്റലിൽ വന്ന് സർവീസ് നേടാനായിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. മോശമാണ് പറയുമ്പോൾ എന്താണ് മോശം പബ്ലിസിറ്റി ആയിരിക്കും കിട്ടുന്നത്, നല്ലതാണെങ്കിൽ നല്ല പബ്ലിസിറ്റി കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ ഹോസ്പിറ്റലിൽ റെപ്യൂട്ടേഷൻ വരുന്നത് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു സ്കോർ നിശ്ചയിക്കപ്പെടുന്നില്ല, നമുക്ക് വെബ്സൈറ്റിലൂടെ അതിന്റെ സ്കോർ കാണാനായിട്ട് സാധിക്കും. HCHPS എന്ന് പറയുന്ന ഒരു സ്കോർ പബ്ലിസിറ്റി അനുസരിച്ചിട്ടാണ്, അതായത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ്, അവരുടെ ട്രീറ്റ്മെന്റ് എല്ലാത്തിനെയും കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എന്ത് HCHPS എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് സിസ്റ്റം ആണ്. അതിലൂടെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് എന്തറിയാൻ സാധിക്കും? ഇത് അസസ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ അല്ലെ, പേഷ്യൻസിന്റെ കമന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ പേഷ്യൻസിന് മാത്രമായിട്ട് എന്താണ് അവർക്ക് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുണ്ട്. പേഷ്യൻസ് മെസ്സേജസ് അയക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫീഡ്ബാക്കുകൾ അയക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുണ്ട്. അതിൽ അവരുടെ മെസ്സേജസുകൾ അവർ രേഖപ്പെടുത്തുന്നത് നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണ് ഗൂഗിൾ ബിസിനസ് പ്ലാറ്റ്ഫോംസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഗൂഗിൾ ബിസിനസ് വെബ്സൈറ്റിൽ കൂടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പേഷ്യൻസുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിലെ
കയറി ചെയ്യാനും അതോടൊപ്പം തന്നെ എന്താണ് ലിങ്ക് അയച്ചു കൊടുത്ത് ഫീഡ്ബാക്സിലൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ വഴി ആ ഗൂഗിൾ ബിസിനസ് പ്ലാറ്റ്ഫോം വഴിയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഹാപ്പി പേഷ്യൻസ് ആണെങ്കിൽ അവർ നല്ല കമന്റ്സ് ആയിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അവർക്ക് നല്ല സ്റ്റാൻഡേർഡ് സർവീസസ് ആണ് ലഭിച്ചതെങ്കിൽ അവരവരുടെ മറ്റു ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനൊക്കെ എന്താണ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല ഇനി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ഫീഡ്ബാക്ക് അല്ലാതെ അവർക്ക് എന്താണ് മൗത്ത് പബ്ലിസിറ്റി, അതായത് വാമൊഴിയിലൂടെ അവർക്ക് എന്താണ് പബ്ലിക്കിനോടായിട്ട് അത് നേരിട്ട് പറയുകയും ചെയ്യാം. അപ്പൊ ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ അവിടെ കൂടുകയാണ് കേട്ടോ. അപ്പൊ ഈ സർവേ നടത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഹോസ്പിറ്റൽ എത്രത്തോളം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്, അവർക്ക് ഈ സർവീസിനോട് നല്ല രീതിയിൽ തൃപ്തരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്? ഇന്നുകൂടെ പറയണോ? എന്താണ് വേണ്ടത്? ക്ലിയർ ആണ്? ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവില്ലേ കുറച്ചൊക്കെ പറയാനുണ്ട്, ഇച്ചിരി ഡ്രൈ ഏരിയ ആണ്, കുറെ പറഞ്ഞാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? പേഷ്യൻസിന്റെ ഫീഡ്ബാക്സ് അനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ നിർണ്ണയിക്കപ്പെടുന്നത് കേട്ടോ. പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് അറിയണമെങ്കിലാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഹോസ്പിറ്റൽ എത്രത്തോളം ക്വാളിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, നല്ല ക്വാളിറ്റീസ് ആണെങ്കിൽ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, മോശം സർവീസസ് ആണെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ പേര് പോകുകയാണ് അല്ലെ, മോശമായ ഒരു പേരാറികളെ ലഭിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. Satisfied patients are also normally more compliant, which means they are more probable to get better or efficiently manage chronic health issues. Consequently, they feel better and like hospital treatment and caremakers. It makes a difference to their well-being and quality of life. This also leads them to remain loyal to the hospital and show up for their appointments, generating a cycle of patient satisfaction benefits. എന്താണ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വരിയിലൊന്ന് നോക്കിയേ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ്, which means they are more probable to get better or efficiently manage chronic health issues. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എപ്പോഴും ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കോ? ഇല്ല. ഒരിക്കലും അല്ലെ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ് അസുഖമുള്ളവർ, അതായത് അനുസരണയുള്ളവരായിരിക്കും. അതായത് അവര് ഡോക്ടർ എന്താണോ പറയുന്നത്, അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി അവർക്ക് പൂർണ്ണമായിട്ട് അറിയാനും പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ ഡോക്ടർ എന്താണ് പറയുന്നത് അതനുസരിച്ചാണോ ആ ട്രീറ്റ്മെന്റ് തുടരാനായിട്ടുള്ള ഒരു മെന്റൽ കപ്പാസിറ്റിയിലായിരിക്കും അവരൊക്കെ വരുന്നത്. ഓക്കെ, അതായത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി അവർ ഇഫക്റ്റീവ്ലി ഹോസ്പിറ്റലിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല അവരുടെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ അത് അനുസരിക്കുകയും ചെയ്യുന്നു. Consequently, they feel better and like hospital treatment and care makes a difference to their well-being and quality of life. ചിലർക്ക് അറിയാം, ചില പേഷ്യൻസിന് അറിയാം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പൂർണ്ണമായിട്ടും തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് അസുഖം മാറും എന്നുള്ളൊരു നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലെ. പേഷ്യന്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് അസുഖം മാറാനാണ് അല്ലെ. അപ്പൊ അവിടെ നടക്കുന്ന ട്രീറ്റ്മെന്റിൽ നമ്മൾ വിശ്വസ്തരാണ്. ട്രീറ്റ്മെന്റ് പറയുന്ന ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു, അതോടൊപ്പം ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്ന എല്ലാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് ആ രോഗി എന്താണ് തയ്യാറാണ്. അവർക്ക് വൺ എക്സ്പെക്ടേഷൻസ് ആണുള്ളത്. ഓക്കെ, അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് അവരുടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്നത്. ഓക്കെ, ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുമെന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവരവിടെ വരുന്നത്. This also leads them to remain loyal to the hospital and show up for their appointments, generating a cycle of patient satisfaction benefits. എന്താ പറയുന്നത്?
ഇങ്ങനെ ഇതേപോലത്തെ പേഷ്യൻസ്, അതായത് തന്റെ ട്രീറ്റ്മെന്റ്, തന്റെ അസുഖം മാറുമെന്ന വിശ്വാസത്തോടെ ഉറപ്പിച്ചു വരുന്ന പേഷ്യൻസ് ആണ് ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റലിന്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ വരുന്നത് മൂലം എന്താണ്, ഹോസ്പിറ്റലിൽ പിന്നെയും എന്തുണ്ടാകുന്നു, പിന്നെയും നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം അല്ലെ, നല്ല രീതിയിൽ പിന്നെയും എന്താണ് അപ്പോയിന്റ്മെന്റ്സ് കിട്ടുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് വിശ്വസ്തമുള്ള പേഷ്യൻസിൽ എപ്പോഴും എന്താണ് ബെറ്റർ ക്ലിനിക്കൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ബെറ്റർ ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടുന്നത് കൊണ്ട് എന്താണ് അവർ വീണ്ടും വീണ്ടും വരികയാണ് അല്ലെ. അപ്പൊ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് പേഷ്യൻസ് വരും, അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരിക്കും, പിന്നെന്താണ് ക്വാളിറ്റി സർവീസസ് അവർക്ക് പിന്നെയും ലഭിക്കുന്നു, അവരുടെ എന്താണ് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ ചികിത്സിക്കുന്ന പേഷ്യൻസ് സ്ഥിരമായിട്ട് തന്നെ അവരെ ട്രസ്റ്റ് ചെയ്യുന്ന, ആ ഹോസ്പിറ്റലിൽ ട്രസ്റ്റ് ചെയ്യുന്ന പേഷ്യൻസ് എപ്പോഴും എന്താണ് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. അത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു ബെനിഫിറ്റ്സ് ആണ്. അതായത് ഈ സർവേയിൽ അവർ പറയും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, തന്റെ ഡോക്ടേഴ്സ് തരുന്ന സേവനത്തിന് താൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇവിടെ ട്രീറ്റ്മെന്റ് ഓക്കെ ആണെന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അവരാണ് ശരിക്കും ആ ഹോസ്പിറ്റലിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഈ സോഴ്സസ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് വരുന്നു, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, ഈ സർക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ് എന്ന് പറയുന്നത്? പേഷ്യൻസിന് നല്ല രീതിയിൽ അവിടെ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ്, തന്റെ രോഗം മാറും എന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ് പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഓക്കെ, യെസ്. ദെൻ അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. എന്താണ് അവരുടെ ആവശ്യകത? അവർ ആ ഹോസ്പിറ്റലിനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരെ സർക്കിൾ പോലെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി വരുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു, തിരിച്ചു പോകുന്നു, പിന്നീട് വരുന്നു, തിരിച്ചു പോകുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില പേഷ്യൻസിന് എന്താണ് ബെറ്റർ ക്ലിനിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പേഷ്യൻസ് വീണ്ടും വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? ഇനി ഈശ്വര കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഭാഗത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് HCAPHSന്റെ എക്സ്പാൻഷൻ പഠിക്കുക. HCAPHSന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് പഠിക്കുക. അത് മാത്രമേ റെപ്യൂട്ടേഷന്റെ ഭാഗത്ത് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബെനിഫിറ്റ്സ് പഠിക്കുമ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെനിഫിറ്റ് ഫോർ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പേഷ്യന്റ് ലോയലിറ്റി ആൻഡ് റെൻഡേഷൻ, ഇൻക്രീസ്ഡ് പ്രൊഫബിലിറ്റി, enhanced staff morale, high productivity, reputation and better clinical outcome for patients. Head points മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇതിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ. ഇത് ബെനിഫിറ്റ്സിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ബെനിഫിറ്റ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ലാസ്റ്റ് ways to improve patient satisfaction. ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ways to improve patient satisfaction. രോഗികളുടെ സംതൃപ്തി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ വഴികൾ, വേറെന്തൊക്കെ വഴികൾ നോക്കാം? How can patient satisfaction be improved? ഏകദേശം നിങ്ങൾക്ക് ഇപ്പൊ ധാരണ കിട്ടിയിട്ടുണ്ടോ എങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാം? പല സർവീസസ് കൊടുത്താൽ തന്നെ എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയി. അതിനുള്ളിലുള്ള കാര്യങ്ങൾ കുറെ നമ്മൾ പഠിച്ചു. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് വേസുകൾ എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? How can patient satisfaction be improved? Highly effective strategies for enhancing patient satisfaction score schemes around creating an environment in which patients have a positive overall experience with all members of their medical team. നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നാണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സ്കോർ വികസിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസുകളായിരിക്കണം ആര് കൊടുക്കേണ്ടത്? ഹോസ്പിറ്റൽ സർവീസിൽ നിന്നും കൊടുക്കേണ്ടത്.
ഓക്കെ, അതായത് ഹോസ്പിറ്റലിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കണം, മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കണം പേഷ്യൻസിന്? പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. പോസിറ്റീവ് ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ പേഷ്യൻസ് സംതൃപ്തരാകുള്ളൂ. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് എക്സ്പീരിയൻസ് അവർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. ഇതൊക്കെയാണ് 8 ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ 8 ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വേസ്, കുറച്ച് വഴികൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? രോഗികളുടെ സംതൃപ്തി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 8 രീതികൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള 8 രീതികൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? എൻഷുർ ടൈംലി ഫോളോ-അപ്സ്. എൻഷുർ ടൈംലി ഫോളോ-അപ്സ്. എന്താണ് എൻഷുർ ടൈംലി ഫോളോ-അപ്സ് എന്ന് പറയുന്നത്? എൻഷുർ ടൈംലി ഫോളോ-അപ്സ് എന്താണ്? അതായത് പേഷ്യൻസിന് സമയബന്ധിതമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഫോളോ അപ്സുകൾ കൃത്യമായിട്ട് നടത്താൻ സാധിക്കണം അല്ലെ. അവർ ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് അവർ നടത്തുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. ഓക്കെ, ഉറപ്പുവരുത്തുക. എൻഷുർ ടൈംലി ഫോളോ അപ്സ്. പേഷ്യൻസ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പൊ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് എടുത്ത് പോയി, ഫോളോ അപ്പിന് വരുന്നില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ സർവീസിലുള്ളവർ എന്താ ചെയ്യേണ്ടത്? അവരെ കോൺടാക്ട് ചെയ്യുക അല്ലെ, അവർക്ക് മെസ്സേജ് ചെയ്യുക അല്ലെ, നിങ്ങൾ ഫോളോ അപ്പിന് വരണം, നല്ല സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾ വന്നത് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ എന്താണ്, അവർ ടൈംലി മാനറിൽ വന്നിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പേഷ്യൻസ് ഉണ്ട്. അല്ലാത്തവര് അല്ലാത്ത പക്ഷം വരും അല്ലെ. ചില പേഷ്യൻസിനെ നമ്മൾ ചിലപ്പോൾ അറിയിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെന്താണ് സെക്കൻഡ് വൺ? ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. ഫോക്കസ് ഓൺ communication between providers and patients. കുറെ പേര് ക്ലാസ്സിൽ നിന്ന് പോയല്ലോ, ബോറടിച്ചിട്ടാണോ? നമ്മൾ കയറിയപ്പോ 50 പേരുണ്ടായി, ഇപ്പൊ 43 പേരുണ്ട്. ഓക്കെ, ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ് എന്നാണ് പറയുന്നത്. പ്രൊവൈഡേഴ്സും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിൽ ഏറ്റവും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം അല്ലെ. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കൺസേൺ ചെയ്യുന്നുണ്ടെന്ന് ആർക്ക് മനസ്സിലാവണം? പേഷ്യൻസിന് മനസ്സിലാക്കണം. അതേപോലെ ആയിരിക്കണം അവർ തമ്മിലായിട്ട് ആശയവിനിമയം നടത്തേണ്ടത്. ഓക്കെ, അതുവഴി നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ തേർഡ് പോയിന്റ് എന്താണ്? മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ് എന്താണ്? ട്രാൻസ്പെറൻസി അതായത് അവർക്ക് ഒരു ക്ലിയർ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. പേഷ്യൻസുമായിട്ട് നമ്മൾ സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എല്ലാ കാര്യങ്ങളും ക്ലാരിഫൈ ഉണ്ടാവണം. ഒരു ക്ലാരിറ്റി ഉള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. അത്ര ആവശ്യങ്ങള് ഡോക്ടേഴ്സ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, പക്ഷെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മള് മറ്റ് സ്റ്റാഫുകൾ, അവിടെ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായാലും അപ്പൊ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇപ്പൊ രോഗത്തിന്റെ അവസ്ഥ എന്താണ്, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഫ്രണ്ട്ലി മാനറിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വളരെ എന്താണ് ഒരു ആശ്വാസം ആയിരിക്കും അല്ലെ. കാര്യം ഒരു ടെൻഷൻ അടിച്ചിട്ടായിരിക്കും അസുഖത്തെ കുറിച്ച് അറിയുന്നത്. പക്ഷെ എന്താണ് അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ് അല്ലെ. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ കൂടെ ഉണ്ടെന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് അവർക്ക് തോന്നുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മളൊരു വളരെ മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്, നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം പേഷ്യൻസ് ആയിട്ട് ഉണ്ടാവേണ്ടത്. പിന്നെ പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ് എന്താണ്? പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈം ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ സുതാര്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് അവരോട് സംസാരിക്കുക, ഓപ്പൺ ആയിട്ട് പറയാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ് എന്താണ്? പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ് വെയിറ്റ് ടൈം അല്ലെ, ഡിലേ വരുത്താതെ അവരുടെ വെയിറ്റിംഗ് ടൈം ഡിലേ വരുന്നത്. അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് വരുന്ന പേഷ്യൻസിനെ ആദ്യം തന്നെ കേട്ടാനായിട്ട് ആർക്കും ഡിലേ വരരുത്. മാക്സിമം ഒരു 5-10 മിനിറ്റ് അല്ലാതെ അവേഴ്സ് ഒന്നും ആവാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്.
പേഷ്യൻസിനെ സംബന്ധിച്ചും നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചും ഹോസ്പിറ്റലിൽ പോകാൻ വെയിറ്റ് ചെയ്തിരിക്കാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെ. ഏറ്റവും നമ്മൾ നേരിടുന്ന മറ്റെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരുപാട് നേരം അവിടെ ഇരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആദ്യമാണ് അത് ചെയ്യുന്നത് അല്ലെ. ആദ്യം അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ടൈം ഒരുപാട് ആവാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണാനും എന്താണ് എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങാനുള്ള ഒരു സിറ്റുവേഷൻസ് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതുവഴി നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാം. പിന്നെന്താണ്, ട്രൈ ടു ഇംപ്ലിമെന്റ് procedures to educate patients about treatment plans. Try to implement procedures to educate patients about treatment plans. അതായത് ചികിത്സാ പദ്ധതികളെ കുറിച്ചിട്ട് അല്ലെ, ഇംപ്ലിമെന്റ് പ്രൊസീജിയേഴ്സ് അതായത് ചികിത്സാ പദ്ധതികളെ കുറിച്ചിട്ട് രോഗികളെ പഠിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. അതായത് എന്താണ്, ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് പറ്റില്ലേ, ക്യാൻസർ പേഷ്യൻസിനെ പറ്റി അവർക്ക് ആ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ കൊടുക്കും. വളരെ ഓപ്പൺ ആയിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് എന്തൊക്കെ നടപടിക്രമങ്ങളാണ്, എങ്ങനെ പ്രൊസീജിയേഴ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അവബോധം അല്ല ഒരു അവയർനെസ് കൊടുക്കുക. അതായത് ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത്, അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ചിലവർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻസിൽ നിന്നാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവരത് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ എന്താണ്, നമുക്കത് എങ്ങനെയാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്നൊരു ധാരണയുണ്ടാവും. അല്ലാത്ത പക്ഷെ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, yes, try to implement procedures to educate patients about treatment plans. ട്രീറ്റ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ട് നിരവധി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് പേഷ്യൻസിനോട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, then utilize feedback from patients to analyze patient satisfaction metrics. Utilize feedback from patients to analyze patient satisfaction metrics. എന്താണ്, യൂട്ടിലൈസ് ചെയ്യാനാണ് പറയുന്നത്. പേഷ്യൻസിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യണം അല്ലെ. അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്യണം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മെട്രിക്സ് അത് നോക്കിയതിനു ശേഷം ആ അളവുകൾ നോക്കിയതിനു ശേഷം നമ്മൾ ഫീഡ്ബാക്സ് അനലൈസ് ചെയ്യുക, അത് വിലയിരുത്തുക. ഇത് നല്ലൊരു വഴിയാണ് അല്ലെ പേഷ്യൻസ്. അപ്പൊ എന്തെങ്കിലും ഫീഡ്ബാക്കിന് മോശം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യൂട്ടിലൈസ് ഫീഡ്ബാക്ക് ഫ്രം പേഷ്യന്റ് ടു അനലൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ്. പേഷ്യൻസിൽ നിന്ന് നമ്മൾ നല്ല ഫീഡ്ബാക്സുകൾ സ്വീകരിച്ചുകൊണ്ട് അനലൈസ് ചെയ്യുക. സെവൻത് പോയിന്റ് എന്താണ്, implement technological support system for greater facility efficiency, improve the facility environment and ഏഴാമത്തെ പോയിന്റ് എന്താണ്, implement technological support system for greater facility and efficiency. എന്താ പറയുന്നത്, സെവൻത് പോയിന്റ് implement technological support system. എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് അവിടെ പറയുന്നത്? നമുക്ക് എക്സാമ്പിൾ അവിടെ എന്ത് പറയാൻ പറ്റും? നമ്മുടെ എക്യുപ്മെന്റ്സ്, മെഷീനറീസ് ഒക്കെ അവിടെ പറയാൻ പറ്റും അല്ലെ. അതായത് നല്ല സപ്പോർട്ടിങ് എക്യുപ്മെന്റ്സുകൾ, നല്ല ടെക്നോളജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ കൊണ്ടുവരിക അല്ലെ. അപ്പൊ ടെക്നിക്കലി ഇംപ്രൂവ് കൊടുത്താൽ എന്താണ്, പേഷ്യൻസിന് നല്ല സർവീസസ് ആയിരിക്കും അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ greater facility efficiency ഉണ്ടായിരിക്കും. എന്ത് കൊടുത്താല്, ഇംപ്ലിമെന്റ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം. നല്ല രീതിയിലുള്ള ടെക്നോളജിക്കൽസ് കൊടുക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ എക്യുപ്മെന്റ്സ്, മെഷീൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, നല്ല ഫെസിലിറ്റീസ് വർക്ക് വരുത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താം. ഓക്കെ, the last one, improve the facility environment and culture. Improve the facility environment and the culture. എന്താണ് അടുത്ത വേ എന്ന് പറയുന്നത്? എന്താണ്, improve the facility environment and culture. ഹോസ്പിറ്റലിന്റെ ഒരു എൻവയോൺമെന്റ് ഫെസിലിറ്റീസും അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരങ്ങൾ, ഹോസ്പിറ്റൽ അതിൻ്റെതായിട്ടുള്ള
പറയുന്നില്ല, എന്ത് സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ഒരു സംസ്കാരം ഉണ്ടാവും, അത് നിലനിർത്തുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റൽസിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. അവരുടെ ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ, നല്ല രീതിയിലുള്ള അന്തരീക്ഷവും സംസ്കാരം ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, യെസ്, ദിസ് ആർ ദ 8 creative ways to increase patient satisfaction. ഇതൊക്കെയാണ് എൻഷുർ ടൈംലി ഫോളോ അപ്സ്. നമ്മള് ടൈംലി ഫോളോ അപ്സ് എൻഷുർ ചെയ്ത് കൃത്യമായിട്ട് പേഷ്യൻസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അവരെ കൊണ്ടത് ഫോളോ അപ്പ് ചെയ്യിപ്പിക്കുകയും വേണം അല്ലെ. പിന്നെ സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ focus on communication between providers and patients. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഉണ്ടായിരിക്കണം. അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുക അല്ലെ, അവരുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കണം പേഷ്യൻ പ്രൊവൈഡേഴ്സ് പ്രവർത്തിക്കേണ്ടത്. ഗുഡ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ഫ്രണ്ട്ലി മാനറിൽ അവരോട് സംസാരിക്കാൻ കഴിയണം. മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. പേഷ്യൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യുന്ന തരത്തിലായിരിക്കണം ആ റിലേഷൻഷിപ്പ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. എന്താണ് വെയിറ്റ് ടൈംസിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഒരുപാട് ഡിലേ വരുത്താതെ പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഡോക്ടേഴ്സിനെ കാണാവുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് പോയിന്റ്? പോയിന്റിൽ എന്താ പറയുന്നത്? Patient education is try to implement procedures to educate patients about treatment plans. പേഷ്യൻസുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് പ്ലാൻ ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട അവയർനെസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആർക്ക് കൊടുക്കുക? പേഷ്യൻസിനെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ്, ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെയാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എത്ര തുക നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. സിക്സ് പോയിന്റ് എന്താണ്? Utilize feedback from patients to analyze patient satisfaction metrics. പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ നമുക്ക് അനലൈസ് ചെയ്യണം അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസ് ഫീഡ്ബാക്സ് അനലൈസ് ചെയ്യുക. Implement technological support system for greater facility efficiency. എന്താണ്? Implement technological support system. അതായത് നല്ല രീതിയിലുള്ള ടെക്നോളജിക്കൽസ് ഫെസിലിറ്റീസ് ഉറപ്പുവരുത്തുക. നല്ല രീതിയിലുള്ള മെഷീനറീസ് എക്യുപ്മെന്റ്സിലൊക്കെ കൊണ്ടുവന്ന് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നല്ല ടെക്നോളജിക്കൽ സിസ്റ്റത്തിന്റെ സപ്പോർട്ട്നെസ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. എന്താണ്? നല്ലൊരു ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ ഇംപ്രൂവ് ചെയ്യുക. ഇതുവഴി നമുക്ക് എന്ത് നിലനിർത്താൻ സാധിക്കും? പേഷ്യന്റിന്റെ സംതൃപ്തി കൂട്ടാനായിട്ട് അല്ലെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. 8 പോയിന്റ്സ് നിങ്ങൾ പഠിക്കണം കേട്ടോ. 8 പോയിന്റ്സ് പഠിക്കാനുള്ളതാണ്. ക്രിയേറ്റീവ് വേസ് പഠിക്കുക. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഏതൊക്കെ വേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാം? Highly effective strategies for enhancing patient satisfaction scores hinge around creating an environment in which patients have a positive overall experience with all members of their medical team. അപ്പോൾ എങ്ങനെയാണ് പേഷ്യൻസിന് നല്ല ഒരു ഇംപ്രൂവ്മെന്റ്സ് കിട്ടുന്നത് അല്ലെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സ്കോർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഏറ്റവും നല്ല ടെക്നോളജി, ഏറ്റവും നല്ല സ്ട്രാറ്റജീസുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും നല്ല തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് ഓവറോൾ എക്സ്പീരിയൻസ് നിലനിർത്തുക. അല്ലെങ്കിൽ ഒരു എന്താണ് ഹോസ്പിറ്റലിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് പോസിറ്റീവ് ആയിട്ട് കൊടുത്താൽ മാത്രമേ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുകയുള്ളൂ, അവര് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? 8 വേസ് എന്തൊക്കെയാണെന്ന്? യെസ്,
ഓക്കെ. ഇനി ഒരു പോയിന്റ് കൂടി നമുക്ക് പറഞ്ഞിട്ട് നിർത്താം. ഡെവലപ്പ് റെക്കോർഡ്. ഡെവലപ്പ് റെക്കോർഡ് മതിയോ? അല്ലെങ്കിൽ എത്ര മതിയോ? ബോറടിക്കുന്നുണ്ടോ? കുറച്ചും കൂടി ഉള്ളത് ഈ ചാപ്റ്റർ തീർന്നു. മതിയെന്നാണോ പറഞ്ഞേ? അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തീരും കേട്ടോ. മതി 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 വേണ്ട. ഓക്കെ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എവിടെ വരെ നിങ്ങളുടെ പഠിത്തം? മോക്ക് ടെസ്റ്റുകൾ പഠിച്ചു തുടങ്ങിയോ? തേർഡ് 4 മൊഡ്യൂള് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് തുടങ്ങി. തേർഡ് 4 മൊഡ്യൂള് ചാപ്റ്റേഴ്സ് തുടങ്ങി പഠിച്ചു തുടങ്ങിയോ? ആ, മെയ് 27 ശേഷം എക്സാം ഉണ്ടാവും കേട്ടോ, അറിയാലോ. ഓൺ ദ വേ ആണ്. ഓക്കെ, യെസ്. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടോ, നിങ്ങൾക്കായിട്ടൊരു സമയം നിങ്ങൾ കണ്ടെത്തിയിട്ട് പഠിക്കാം കേട്ടോ. റിവൈസ് ചെയ്തോണ്ടിരിക്കുക, എല്ലാ ദിവസവും റിവൈസ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നും മറന്നു പോയില്ല കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. PG ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എക്സാം കഴിയുമല്ലോ ഇപ്പൊ തന്നെ. ഇപ്പൊ പേടിക്കണ്ട, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇനി ടീച്ചർ ഇത് കഴിഞ്ഞ് എടുക്കുന്നത് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ. ഹൗസ് കീപ്പിംഗ് എടുത്തിട്ടില്ല. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ടീച്ചർ എടുക്കാനിരുന്നത്. അപ്പൊ അവർ പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഇപ്പൊ അതാ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസ് എടുക്കുന്നത്. ഇൻഫർമേഷൻ ബേസിക് അത് വന്ദന മിസ്സാർക്ക് എടുക്കുന്നു. മെഡിക്കൽ എക്യുപ്മെന്റ് കഴിഞ്ഞ നിങ്ങളുടെ മെഡിക്കൽ എക്യുപ്മെന്റ് എടുത്തിട്ടില്ല. സോളിഡ് ടീച്ചർ ഇപ്പൊ ഏതാ എടുക്കൊണ്ടിരിക്കുന്നത്? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. നിങ്ങൾ ക്രിയേറ്റീവ് ബേസിൽ നിങ്ങൾ ഈ 4 പോയിന്റ്സ് പഠിച്ചാൽ മതി കേട്ടോ. 4 പോയിന്റ്സ് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. 4 പോയിന്റ്സ് ബാക്കിയുള്ളതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് മെഡിക്കൽ എക്യുപ്മെന്റ് എടുത്തോ നിങ്ങൾക്ക്? ഇല്ല എന്നാണോ പറഞ്ഞേ? എടുത്തിട്ടില്ല. സോറി ടീച്ചർ ഏത് ചാപ്റ്റർ ആയിട്ട് എടുക്കുന്നേ? ഏത് ചാപ്റ്റർ ഇപ്പൊ എടുക്കുന്നത് സോളി മിസ്? പേര് പറയൂ. ഓവർവ്യൂ എടുക്കാണ് അല്ലെ? കഴിയാറായോ അത്? ഇല്ല, തുടങ്ങിയിട്ടുള്ളോ? കുറച്ചായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, യെസ്. 27-ാം തീയതിക്കുള്ളിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും തീരും. മാക്സിമം റിവിഷൻ തരാൻ നോക്കാം കേട്ടോ. നമുക്കറിയാലോ ചാപ്റ്ററിന്റെ ലെങ്ത് മൂലമാണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ പോകേണ്ടി വന്നത് അല്ലെ? അറിയാലോ, ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ എത്രയോ ലെങ്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇത്രയും സഹായിച്ചതിൽ ഒരുപാട് താങ്ക്സ് അങ്ങോട്ട് പറയണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക കേട്ടോ. ഇനി പഠിക്കണ്ടല്ലോ, കഴിഞ്ഞില്ലേ, ലാസ്റ്റ് അല്ലേ. ക്രിയേറ്റീവിലെ 4 പോയിന്റ്സ് ആദ്യം പഠിച്ചു വെക്കാം കേട്ടോ. ഈ ആദ്യത്തെ 4 പോയിന്റ്സ് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. ഓക്കെ, നമുക്കൊന്ന് വൈകിട്ട് ചെയ്യാന്നോ? ഹൗസ് കീപ്പിംഗ് ഒരു 7 പേജ് ഉണ്ട്, 7 പേജോളം വരുന്നുണ്ട്. എളുപ്പമാണ്. നമ്മളെ ലീനൻ ആൻഡ് നമ്പറീസ് പഠിച്ചില്ലേ, അതേപോലത്തെ തന്നെ ഒരു ചാപ്റ്റർ ആണ്. കുഴപ്പമില്ല കേട്ടോ, നോക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.
ശരി.